മറ്റൊന്ന്, ബി ജെ പിയും കോൺഗ്രസിൻ്റെ ഡീലിൻ്റെ ഭാഗമായി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ഇടപെടലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അവലംബിച്ചു വരുന്നത്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തന്നെ പണം വാങ്ങിയിട്ടതായിട്ടുള്ള അറിവുള്ളത് എന്ന്. ഇപ്പോൾ പേരൊന്നും വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. അതുകൊണ്ട് ബി ജെ പിയെ ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം നമ്മൾ മുന്നേ കണ്ടതാണ്. മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടി ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ശ്രീറാം എന്നെഴുതിയ പതാക പ്രദർശിപ്പിച്ചിരുന്നു. അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി മുതിർന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ സമരം ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയ ആളാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ അത് ആ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിച്ചതിൽ ഈ മണ്ഡലത്തിലെ കോൺഗ്രസിനും ഷാഫിക്കും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ബി ജെ പി ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ഒരു ഭാഗത്ത് RSS കുറഞ്ഞതുള്ളും, കോൺഗ്രസ് ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഈ മണ്ഡലത്തിൽ കുറഞ്ഞത്. പൊതുവെ ഈ രണ്ട് മുന്നണികളിൽ വിജയ സാധ്യതയില്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥാവിശേഷം സാഹചര്യം ഉണ്ടായാൽ വർഗീയ ഭ്രാന്തന്മാരുടെ കയ്യിലേക്ക് ഈ മണ്ഡലത്തെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നാം കാണുന്ന ഒരു സ്ഥിതിവിശേഷം. ആ ഒരു സാഹചര്യം ഇല്ലാതാകണമെങ്കിൽ നമുക്കറിയാം, വട്ടിയൂർക്കാവ് മാതൃകയിൽ ഞങ്ങൾ എപ്പോഴെല്ലാം ജയിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം 3ാം സ്ഥാനത്തേക്ക് ഈ മണ്ഡലത്തിലേക്ക് ബി ജെ പി പോയിട്ടുണ്ട്. കൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം തകരാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ ശക്തമായ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ വോട്ടർമാർ തയ്യാറാവണം. അതോടൊപ്പം തന്നെ രണ്ട് വർഗീയതയെയും അകറ്റി നിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം അനിവാര്യമാണ്. ആ വിജയക്കുതിപ്പിലേക്കാണ് ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ LDF കരസ്ഥമാക്കാൻ പോകുന്നത്.